ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാനിപ്പോൾ 15 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു, ശരി കൊടുത്തു എന്ന് വിചാരിച്ചു. അതിൽ ഇപ്പോൾ 20 ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട്, അതായത് ഞാൻ പറയില്ല. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല? വോട്ടിന്റെ ഇത് നമ്മുടെ കയ്യിലുണ്ട് അറിയിക്കുക, എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല? അതാണ് ചോദിക്കുന്നത്. വോട്ടൊന്നുമില്ല, വോട്ടൊക്കെ എത്ര അല്ലെങ്കിൽ ഇപ്പൊ 25 50 ലക്ഷം രൂപ കൊടുത്ത് PR വെച്ചാലും നമ്മൾ അവിടെ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ PR എന്തായിരിക്കും ചെയ്യുന്നത്? എന്തെങ്കിലും വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടേ? അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? നമ്മൾ ചെയ്യുന്ന കളത്തിൽ എന്തെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ല. അവർ എന്തെങ്കിലും നമ്മളവിടെ ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം, നമ്മൾ അവിടെ എന്തെങ്കിലും കണ്ടന്റ് വേണമെങ്കിൽ പറയാം, എന്തെങ്കിലും അവിടെ സംഭവം നമ്മൾ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഈ PR എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നേരെ എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് തന്നെ ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ. ഒരാളിങ്ങനെ പുറത്താക്കണം എന്നുള്ളതായിരിക്കുള്ളൂ. ആ ഗെയിം അപ്പോൾ ഞാനും കളിച്ചിട്ടുണ്ട്, എല്ലാവരും കളിച്ചിട്ടുണ്ട്. കാരണം അതാണ് ഗെയിം. മാനിപ്പുലേറ്റ് ചെയ്യുന്നതോടൊത്ത് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും. മാനിപ്പുലേറ്റഡ് ആവാൻ പാടില്ലാത്തടത്ത് നമ്മൾ ആവാനും പാടില്ല. ചർച്ച ചെയ്യണം, സംസാരിക്കണം. അപ്പോൾ അതൊക്കെ ഗെയിമിന്റെ ഭാഗം. ഇപ്പോൾ നമ്മളങ്ങനെ ഒരു മൈൻഡ് ഗെയിമർ ആണ്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഗെയിമർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. കപ്പ് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പിന്നെ ഈ പറയുന്നത് പോലെ എന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് അങ്ങനെ വേറെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിനൊക്കെ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ ഒരു താരമാണ് നമ്മുടെ അനുമോളും. നിരവധി സിനിമകളിലും സീരിയലുകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അനുമോളെ താരമാക്കി മാറ്റിയത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി കൊടുത്തതും സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു ഷോയാണ്. ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക്കിലൂടെ തന്നെയാണ് അനുമോൾ താരമായി മാറിയതും പ്രേക്ഷകരിലേക്ക് അറിയപ്പെട്ടു തുടങ്ങിയതും. ഈ ഒരു ഷോയിലൂടെ തന്നെയാണ് അനുമോളിന് ഈ ഒരു ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടിയതും. എന്നാൽ ബിഗ് ബോസിൽ വന്ന സമയത്ത് അനു നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നൊക്കെ പ്രേക്ഷകരും വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എങ്കിലും ചില സമയത്ത് അനുവിന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ അനുവിന് തന്നെ വലിയൊരു തിരിച്ചടിയായി മാറി. തുടക്കത്തിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടായി. പിന്നെ എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്തു തുടങ്ങി. ഭയങ്കര പ്രശ്നങ്ങളായും അതുപോലെ വഴക്കുകളും തർക്കങ്ങളും ഒക്കെയായി. അതിനുശേഷമാണ് അനു ജിസയിലിനും ആര്യനുമെതിരെ നടത്തിയ ആരോപണം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയത്. അത് അനുവിന് വലിയൊരു തിരിച്ചടിയായി മാറി എന്ന് വേണം പറയാം. അതുമാത്രമല്ല, രേണുവിനെതിരെയും ചില ചില ആരോപണങ്ങളും അനു നടത്തിയിരുന്നു. എന്തായാലും അനു നടത്തിയ പല ആരോപണങ്ങളും ബിൻസിക്കും പിന്നെ അപ്പാനിക്കുമെതിരെ നടത്തിയ ആരോപണങ്ങളും ഒക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്തു. എങ്കിലും അതിൽ നിന്നെല്ലാം പോരാടി മുന്നോട്ട് പോകാൻ തന്നെ അനു ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിലും വ്യക്തിഹത്യ ചെയ്യുകയും കുറ്റം പറയുകയും മോശം പറയുന്ന രീതിയിലൊക്കെ അനു സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന നാളുകളിൽ അനുവിന് നല്ല രീതിയിലുള്ള ജനപിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ടൈമിലായിരുന്നു മത്സരാർത്ഥികളുടെ റീ എൻട്രി എന്ന് പറയുന്നത്. മത്സരാർത്ഥികളുടെ റീ എൻട്രിയോട് കൂടിയാണ് അനുവിന് വലിയൊരു തിരിച്ചടിയും അതായത് വിമർശനങ്ങളും നേടാൻ കാരണമായത്. അതിനിടയിൽ ബിന്നി ചില വെളിപ്പെടുത്തലുകളും അനുവിനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ അനു നിൽക്കുന്നത് തന്നെ 16 ലക്ഷം രൂപയുടെ PR കൊടുത്തിട്ടാണെന്നും 16 ലക്ഷം രൂപ PRന് വേണ്ടിയിട്ട് അനു നൽകിയാണ് ഈ ഒരു ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെയാണ് ഈ ബിൻസിയുടെ ആരോപണം. അതുമാത്രമല്ല, 1 ലക്ഷം രൂപ കൊടുത്തു എന്നും ബാക്കി പൈസ പുറത്തിറങ്ങിയതിനു ശേഷം അനു കൊടുക്കുന്നത് എന്നാണ് തന്നോട് പറഞ്ഞത് എന്നുള്ള രീതിയിലായിരുന്നു ബിന്നിയുടെ വെളിപ്പെടുത്തൽ. അത് തന്നെയാണ് അനുവിനെ തിരിച്ചടിയായിട്ട് മാറിയതും. ഈ ഒരു PRന്റെ വിഷയം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അവസാന നാളുകളിൽ റീ എൻട്രി എത്തിയ സമയത്ത് മത്സരാർത്ഥികൾ അനുവിനെതിരെ നടത്തിയ ആരോപണം ഈ ഒരു PRനെ കുറിച്ച് തന്നെയായിരുന്നു. എന്നാൽ അവസാനം അനീഷും അനുവും തമ്മിലുള്ള ആ ഒരു കട്ടയ്ക്കുള്ള ആ ഒരു മത്സരം വന്നപ്പോഴും അനീഷ് ജയിക്കുമെന്ന് ഭൂരിഭാഗം പേര് വിചാരിച്ചിരുന്നു. സഹമത്സരാർത്ഥികളും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അനുവിന് കപ്പ് ലാലേട്ടൻ അനൗൺസ്മെന്റ് ചെയ്തത്, വിജയി അനുവാണെന്ന്. എന്നാൽ അനുവിന്റെ ഈ ഒരു വിജയത്തിന് പിന്നിലും ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു. അതായത് മത്സരാർത്ഥികൾ മാത്രമല്ല, പ്രേക്ഷകർ പോലും ഈ അനുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരിക്കലും അനു അർഹയല്ല ഈ ഒരു കപ്പ് ഉയർത്താനാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ബിഗ് ബോസിൽ പങ്കെടുത്തതിന് ശേഷം തന്നെയാണ് അനുവിന്റെ ജീവിതം തന്നെ നല്ല രീതിയിൽ മാറി മറിഞ്ഞത്. 100 ദിവസം ഷോയിൽ നിൽക്കണമെന്ന് കരുതിയിട്ടല്ല അനു വന്നതും. 25 ദിവസം കുറച്ച് ദിവസം നിൽക്കാം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു വന്നത്. എന്നാൽ ഇത് ഞാൻ പൊരുതി നേടിയ വിജയമാണ് എന്നായിരുന്നു അനു പ്രതികരിച്ചത്. PRലൂടെയാണ് സ്വന്തമാക്കിയ വിജയമാണെന്നുള്ള വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. PRലൂടെ മാത്രമായിട്ട് അവിടെ ഒന്നും ചെയ്യാനാകില്ല. കണ്ടന്റും കൊടുക്കണം. ടാസ്കുകളിലും ഗെയിമുകളിലും എല്ലാം മാക്സിമം എഫേർട്ട് ഞാൻ ഇടാറുണ്ടെന്ന് അനു പറഞ്ഞിരുന്നു. വിജയകിരീടവുമായി പുറത്തേക്ക് എത്തിയ മുതൽ അനു വീണ്ടും സജീവമാണ്. ഉദ്ഘാടനങ്ങളും സ്വീകരണങ്ങളും ഒക്കെയായിട്ട് നല്ല തിരക്കുകളിലാണ് അനു. തന്റെ വ്ലോഗുകളിലൂടെയായി അനു വിശേഷങ്ങളും പങ്കിടാറുണ്ട്. തന്നെ കാണാനെത്തിയ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള വീഡിയോ ആയിരുന്നു ഒടുവിലായിട്ട് അനു പങ്കുവച്ചത്. സ്റ്റാർ മാജിക്കിലും ഡമാർ പടാറിലും വന്നപ്പോൾ അനുവിനെ ഇഷ്ടമായിരുന്നുവെന്നും ബിഗ് ബോസിൽ പോയതോടെ അത് മാറിയെന്ന് പറഞ്ഞവരുമുണ്ട്.
ഞാനായി തന്നെയാണ് ഷോയിൽ നിന്നത്. നിങ്ങൾ വഴക്കുണ്ടാക്കണം കേട്ടോ, അത് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു. കരഞ്ഞതൊക്കെ റിയൽ ആണ്. പെട്ടെന്ന് സങ്കടം വരും. കരയുന്നത് മോശമാണെന്ന് കരുതുന്നവരാണ് അത് പറഞ്ഞത്. PR-നെ കുറിച്ച് പുറത്തു പറയാൻ പാടില്ലായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ചെന്ന ഉടനെ തന്നെ എനിക്കുമുണ്ട്, നിനക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഓപ്പണായി ഞാൻ സത്യസന്ധമായി നിന്നതാണ് പ്രശ്നമായത്. 16 ലക്ഷം കൊടുത്ത് പുള്ളി പറയുന്നു വേണ്ട എന്ന്. PR ചെയ്താലും ഇല്ലെങ്കിൽ കപ്പ് എനിക്ക് കിട്ടിയല്ലോ എന്നും അനു പറയുന്നുണ്ടായിരുന്നു. അനു എടുത്തതിന്റെ പകുതി എഫേർട്ട് പോലും അവിടെ ആരും എടുത്തതായിട്ട് തോന്നിയില്ല. 2 കൈയും കൂട്ടി അടിക്കുമ്പോൾ ആണല്ലോ ശബ്ദം വരുന്നത്. പ്രശ്നം വന്നപ്പോൾ പലപ്പോഴും ഞാൻ മിണ്ടാതെ നിന്നിരുന്നു. സിംഗപ്പെണ്ണെ എന്ന പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് വെച്ച് എഡിറ്റ് ചെയ്ത് വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന സമയം ഈ പാട്ടിന് വേണ്ടി വഴക്ക് കൂടിയിട്ടുണ്ട്. ഇന്നൊരു ദിവസമല്ല, ഇനിയും നമ്മൾ കാണുമെന്നായിരുന്നു കാണാൻ എത്തിയവരോട് അവർ പറഞ്ഞത്. ഡിപ്രഷൻ അടിച്ചാണ് മെലിഞ്ഞതും. വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ചോറ് കഴിക്കില്ലായിരുന്നു. ബിഗ് ബോസിൽ പോയപ്പോഴാണ് ചോറ് കഴിക്കാൻ തുടങ്ങിയത്. ഒരു ദോശ കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ എത്തിയപ്പോൾ 4 എണ്ണമൊക്കെ കഴിക്കുമായിരുന്നു. സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വന്നാൽ ഞാൻ മെലിയും. അങ്ങനെയാണ് ഈ കോലത്തിലായത്. എന്തായാലും ഷോയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ക്ഷമിക്കാൻ പഠിച്ചു, സ്നേഹിക്കാൻ പഠിച്ചു, ആളുകളെ മനസ്സിലാക്കാൻ പഠിച്ചു. ഈ ദിവസങ്ങൾ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇനി ഏത് സിറ്റുവേഷൻ ആയാലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാകും. ആരോടെങ്കിലും വഴക്കിട്ടാൽ നമുക്ക് ഇറങ്ങിപ്പോരാം. അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഓടിപ്പോകാൻ പറ്റില്ല. എവിടെങ്കിലും പോയിരുന്ന് കരയാന്ന് വിചാരിച്ചാൽ എല്ലായിടത്തും ക്യാമറയാണ്. ആദില കള്ളി, നുണച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു. അക്ബർ കർമ്മയെ കുറിച്ച് പറഞ്ഞതും എന്നെ വേദനിപ്പിച്ചിരുന്നു. കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ചെയ്തതിന്റെ ഫലം അനുഭവിച്ചേ പോകൂ, അത് എനിക്കും അറിയാമെന്നും അനു തന്നെ കാണാൻ എത്തിയവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം അനുമോൾക്ക് സഹമത്സരാർത്ഥികൾക്ക് മുകളിൽ മേൽക്കൈ നേടിക്കൊടുത്ത ഘടകം എന്തെന്ന് പറയുകയാണ്. ഫൈനൽ 5-ൽ എത്തിയിരുന്ന അക്ബർ ഖാൻ ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് അക്ബർ ഇക്കാര്യം പറയുന്നത്. ഫിനാലെയിൽ കപ്പ് ഉയർത്തണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് അനീഷ ആയിരുന്നു എന്നാണ് അക്ബർ പറയുന്നത്. ഒപ്പം അതിന്റെ കാരണവും പറയുന്നുണ്ട്. അനുമോൾക്ക് നേരത്തെ തന്നെ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. ബിഗ് ബോസിലേക്ക് വരുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ ആദ്യ ആഴ്ചകളൊക്കെ അവർക്ക് വളരെ എളുപ്പമാണ്. മേൽക്കൈ കൂടുതലാണെന്ന് അക്ബർ പറയുന്നുണ്ട്. ടോപ്പ് 5-ൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള ചോദ്യത്തിന് എത്തുമെന്നായിരുന്നു അക്ബറിന്റെ പ്രതികരണം. ആദ്യ വാരമൊക്കെ കഴിയുമ്പോൾ സഹമത്സരാർത്ഥികളോടൊക്കെ ഗെയിം കാണുമ്പോൾ നമുക്കൊരു സ്വയം വിലയിരുത്തൽ വരും. ഞാൻ കേപ്പബിൾ ആണ്, എത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നും. 2-3 ആഴ്ചയിലെ മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിയുമ്പോൾ ഓരോരുത്തരുടെ ജയിൽ നോമിനേഷനുകളൊക്കെ കാണുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനേക്കാൾ നന്നായി എനിക്ക് കാരണങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കുന്നു എന്ന് തോന്നിയിരുന്നു എന്നാണ് അക്ബർ പറഞ്ഞു വന്നത്. മത്സരത്തിൽ മുന്നേറും എന്ന് കരുതിയിരുന്ന മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചോദ്യത്തിന് ആര്യന്റെ പേര് അഭിമുഖത്തിൽ അക്ബർ പറയുന്നുണ്ട്. ആര്യൻ നല്ലൊരു പ്ലെയർ ആയിട്ട് തോന്നിയതായിരുന്നു. ഫൈനലിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഫൈനലിൽ ഞാൻ അല്ലെങ്കിൽ അനീഷ് ഏട്ടൻ വിജയി ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എവിക്റ്റായ സമയത്ത് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പരദൂഷണം പറയുകയോ ആരെയും വ്യക്തിഹത്യ നടത്തുകയോ ചെയ്യാത്ത ഒരാളാണ് അനീഷ്. അഖിൽ മാരാർ പങ്കെടുത്ത 5ാം സീസണിലെ 14 എപ്പിസോഡുകളാണ് ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിന് മുൻപ് താൻ കണ്ടിരുന്നതെന്ന് അക്ബർ പറഞ്ഞു. അതേസമയം ഏഷ്യാനെറ്റിലെ ലൈൻ കട്ട് അഭിമുഖത്തിൽ അവതാരക അഞ്ജന നമ്പ്യാർക്ക് മുന്നിൽ പരിങ്ങിയ അക്ബർ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ സംസാരം. അക്ബർ പറഞ്ഞ വാക്കുകൾ വെച്ച് തന്നെ അവതാരക അക്ബറിനെ കുടുക്കി എന്നാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ വരുന്നത്. വില്ലനാവാനാണ് താല്പര്യം എന്ന് പറഞ്ഞൊരാളാണ് അക്ബർ എന്ന് പറഞ്ഞു തുടങ്ങിയ ചോദ്യത്തിന് അക്ബർ നൽകിയ ഉത്തരവും തുടർന്ന് വന്ന ആ ചോദ്യങ്ങളുമാണ് ഇപ്പോൾ ട്രോൾ ആകുന്നത്. ഹൗസിലെ വില്ലനാണെന്ന ആ ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തുന്നത് സീസൺ അവസാനിക്കാറായപ്പോഴാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയ ഈ പറയുന്ന സദാചാരം, ബോഡി ഷേമിംഗ്, ക്യാരക്ടർ അസാസിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ ചെയ്യുന്നവർക്കെതിരെ ഉറച്ചു സംസാരിക്കാനാണ് ഞാൻ വില്ലനാകുന്നത്. ഇങ്ങനെയായിരുന്നു അക്ബറിന്റെ മറുപടി. ഇതോടെ അവതാരകരുടെ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു: ആരാ അവിടെ ബോഡി ഷേമിംഗ് ചെയ്തതെന്ന്? ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അനുമോള് പറഞ്ഞിട്ടുണ്ട് എന്റെ മൂക്ക് എങ്ങനെയാണ് എന്നൊക്കെ അനുമോളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കപട സദാചാരം പറഞ്ഞവർക്കൊക്കെ എതിരെ ഞാൻ ശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വില്ലനായെന്നാണ് അക്ബർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഒരാളെ ഇതുപോലെ കീറിയത് അക്ബർ അല്ലേ എന്നായി അക്ബറിന് നേരെ എത്തിയ അടുത്ത ചോദ്യം. അതെ എന്ന് അക്ബറിന് പറയേണ്ടി വന്നു. രേണു സുധിക്കെതിരെ മോർണിംഗ് ടാസ്കിൽ മോശം പേര് നൽകി എന്നത് വലിയ വിവാദമായിരുന്നു. അതിന് താൻ സോറി പറഞ്ഞിട്ടുണ്ടെന്നും എന്തിനാണ് അങ്ങനെ വിളിച്ചതെന്ന് ഇപ്പോഴും ആലോചിക്കുമെന്നാണ് അക്ബറിന്റെ വാക്കുകൾ. അതുപോലെ തന്നെ ഹൗസിൽ ആദ്യമായിട്ട് മോശം വാക്കുകൾ പറയുന്നത് അക്ബർ ആണെന്ന് അവതാരക ചൂണ്ടിക്കാണിച്ചു. ഏത് ചീത്ത വാക്ക് എന്നായി അക്ബറിന്റെ മറുചോദ്യം. അതുകൊണ്ടാണല്ലോ ലാലേട്ടൻ ഒരുപാട് വട്ടം അതിനെക്കുറിച്ച് സംസാരിച്ചതെന്ന് അവതാരക ഓർമ്മിപ്പിച്ചു. മോശം വാക്ക് ഞാൻ ഹൗസിൽ പറഞ്ഞിട്ടുള്ളത്
ഒനിയലിനെതിരെയാണ്. പിന്നെ ഞാൻ അങ്ങനെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അക്ബറിന്റെ മറുപടി. എന്തായാലും അഞ്ജന നമ്പ്യാർ അക്ബറിനോട് ചോദിച്ച ചോദ്യങ്ങളും അക്ബർ നൽകിയ ഉത്തരങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്.